പഴയ പേരെന്തായിരുന്നു? പഴയ പേര് അനിൽ. അനിൽ. പുതിയ പേരാ? പുതിയ പേര് അബ്ദുൽ സലാം. അബ്ദുൽ സലാം. മാഷാ അല്ലാഹ്. എത്ര നാളായി ഇസ്ലാം സ്വീകരിച്ചിട്ട്? ഞാനിപ്പോൾ 2 വർഷത്തിൻ്റെ താഴെയായി. ആരെങ്കിലും പ്രേരിപ്പിച്ചിട്ട്? ഇല്ല, പ്രേരിപ്പിച്ചതല്ല. ഒരുപാട് പുസ്തകങ്ങൾ വായിച്ച് അറിവോട് കൂടിയാണ് ഇസ്ലാം ദീനിലേക്ക് കൺവേർട്ടഡാകുന്നത്. നിങ്ങൾക്ക് മതങ്ങളെ കുറിച്ച് വല്ല അറിയോ? മതങ്ങളെക്കുറിച്ച് സെർവാസ്ട്രിയൻ മതം, പാഴ്സി മതം, ഷാവോയിസം, ഷിൻഡോയിസം, കൺഫ്യൂഷനിസം, ബുദ്ധമതം, സിഖ് മതം, ജൈനമതം, യഹൂദ മതം, ക്രിസ്ത്യാനിറ്റി, ഇഷ്ടംപോലെ മതങ്ങളിലെ പ്രവാചകന്മാരെ കുറിച്ച് പഠിച്ചിട്ടാണ് റസൂലുള്ള എന്ന് പറയുന്ന ഒരു മഹാനായ ഒരു മനുഷ്യനെ കുറിച്ച് പഠിക്കാനിടയായത്. അതെൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു വഴിത്തിരിവായി. ഒരു മനുഷ്യൻ നടക്കേണ്ടത് എങ്ങനെ, ഇരിക്കേണ്ടത് എങ്ങനെ, ഭക്ഷണം കഴിക്കേണ്ടത് എങ്ങനെ, കിടക്കേണ്ടത് എങ്ങനെ, ഒരു മനുഷ്യൻ്റെ ഒരു മാനവരാശിയുടെ നന്മയ്ക്ക് ഇത്രയും പറഞ്ഞു കൊടുക്കുന്ന ഒരു അത്ഭുതകരമായ മതം ഇസ്ലാം അല്ലാതെ വേറെ ഇല്ല. അങ്ങനെ ഞാൻ ഇതിലേക്ക് കടന്നു വരാം. ഞാൻ എൻ്റെ ഫാദറിനോട് പറഞ്ഞു എനിക്ക് ഇസ്ലാം മതം സ്വീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു നീ ഇതിൽ നിന്ന് പിന്തിരിയണം, ബന്ധുക്കാരെ ഒറ്റപ്പെടുത്തും, സമൂഹം ഒറ്റപ്പെടുത്തും, ഞങ്ങൾ പ്രായമായി വരുവാണ്, ഞങ്ങളെ കൊലയ്ക്ക് കൊടുക്കരുത്, BJP-കാരുടെ കേന്ദ്രമാണ്, അവരുടെ ഭരണമാണ്, നീ അതിൽ നിന്ന് പിന്തിരിയണം എന്ന് പറഞ്ഞു. ഞാൻ പിന്തിരിയാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ കളമശ്ശേരി ഞാലക ജുമാ മസ്ജിദിൻ്റെ മുമ്പിൽ പോയി അവിടെ പോയി ഉസ്താദിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അവിടുത്തെ മുക്രിയായിട്ടുള്ള ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു സാമ്പത്തിക സഹായത്തിന് വല്ലതും വേണമെങ്കിൽ നിങ്ങൾ പള്ളി കമ്മിറ്റി. ഞാനും ഫസ്റ്റില് വിചാരിച്ച് സഹോദരൻ വല്ല സാമ്പത്തിക സഹായത്തിന് വേണ്ടിയാണെന്ന്. സാമ്പത്തിക സഹായം അല്ലാഹു ഇതൊരു മഹാ അത്ഭുതമായ മതമാണ്. ഇത് എവിടെയും ഇത് ചിന്തയ്ക്ക് അപ്പുറമായ ഒരു മത ജീവിക്കുന്ന സത്യമാണ് ഇസ്ലാം ദീൻ. ഒരു ഉസ്താദിന് കിട്ടുന്ന ശമ്പളം 5000 റുപ്യ, 6000 റുപ്യ, 7000 റുപ്യ. ഒരു മദ്രസ അധ്യാപകന് 10000 റുപ്യ കിട്ടും. 3-4 മക്കൾ കാണും. ഈ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കും, നല്ല വസ്ത്രങ്ങൾ കൊടുക്കും, നല്ല രീതിയിൽ ജീവിക്കും. ഈ അയക്കുന്ന ആളുകൾ എല്ലാവരും കുടുംബം നോക്കി ജീവിക്കുന്ന സത്യസന്ധതയുള്ള ആളുകളുടെ കൈകളിലേക്കാണ് പെൺമക്കളെ അയച്ചു കൊടുക്കുന്നത്. ഇതെങ്ങനെ സാധിക്കും? ഒരു വാങ്ങ് കൊടുക്കുമ്പോൾ മുണ്ടും മടക്കി കൊടുത്തു പോകുന്നതല്ല ഇസ്ലാം ദീൻ. ഇസ്ലാം ദീനിൽ റബ്ബഹാദി ഹിദ്ദാവതിത്താമ വസലാദിൽ കായി മാത്തി മുഹമ്മദിൽ വസീലത വൽഫലീലത വദ്ദുറജ റഫിയത വബസു മക്കാമൻ മമുനലദി വാഖഹു വർസുഖന ഷഫാത്തഹു യൗമൽ ഖിയാമത്തി ഇന്നക ലാ തുഗ്ലീഫുൽ മിയാത്ത്. ഇത്രയും കാര്യം ഇതാണ് ഇസ്ലാം ദീൻ. കാര്യം ദീൻ അതാണ്. അല്ലാതെ പറയുമ്പോൾ നിങ്ങളുടെ കോൺഫിഡന്റ് നിങ്ങളുടെ കണ്ണിൽ നോക്കി കണ്ണിൽ നിന്ന് വരുന്ന വെള്ളം കാണുമ്പോൾ ഇത് വല്ല ആളുകളുടെ എടുത്തു പോയിട്ട് കൈക്കും കാലിനും ആരെയുള്ള ഒരാൾ ഇസ്ലാം, നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അള്ളാന്റെ റസൂല് കൊണ്ടുവന്ന ദീൻ എന്താണോ ആ ദീനിൽ അടിയുറക്കുക, അതിൽ അടിയുറച്ച് ജീവിക്കുക. യഥാർത്ഥമായ അള്ളാന്റെ റസൂല് കൊണ്ടുവന്ന ദീൻ അനുസരിച്ച് മുമ്പോട്ട് പോകാൻ പറഞ്ഞു. ഞാൻ അതിന് അടിയുറച്ചാണ് ജീവിക്കുന്നത്. ഇപ്പം എനിക്ക് ഒരേ ഒരു കാര്യം, ഞാൻ ആരുടെ മുമ്പിലും ഇസ്ലാമിൻ്റെ പേരിൽ പൊന്നാനിന്ന് ഇറങ്ങിയപ്പോഴും ഞാൻ ഒരു പ്രതിജ്ഞ എടുത്തു. മതം വെച്ചുകൊണ്ട് പിരിക്കുകയോ യാചിക്കുകയോ ചെയ്തില്ല. ഒരിക്കലും ഇപ്പൊ വേണ്ടത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നോട് ഈ സ്ഥലത്തേക്ക് പോകണം. ഇപ്പൊ ഒരു കാര്യം, വീട് ഇവിടെ തൊട്ടടുത്ത സ്ഥലത്തിന്റെ പേര് പറയണ്ട, സ്ഥലത്തിന്റെ പേര് നിങ്ങൾ ഉപദ്രവം ഉണ്ടാക്കും, സ്ഥലത്തിന്റെ പേര് പറയണ്ട. ഇല്ല, പറയത്തില്ല. പിന്നെ ഒരു കാര്യം ചേട്ടനോട് ഒരു കോൺഫിഡന്റ് ആയിട്ട് പറയാം, നമ്മൾ ആര് ഉപദ്രവിച്ചാലും ആര് തകർക്കാൻ ശ്രമിച്ചാലും നമ്മളെ പിടിച്ച് കാരാഗ്രഹത്തിലിട്ടാലും അങ്ങനെ ഹൃദയത്തിൽ നിന്ന് പോകുന്ന സാധനമല്ല ഈമാൻ എന്ന് പറഞ്ഞ സാധനം. അതൊരു മനുഷ്യന്റെ ബോധ്യമാണ്, അത് മനുഷ്യന്റെ ദൃഢതയാണ്. ഞാൻ സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുമ്പോൾ എന്നോട് പലരും കാണുമ്പോൾ ആശങ്ക പറയും നിങ്ങളോട് ആരെങ്കിലും ഭീഷണിയില്ലേ? ഭീഷണി ഉണ്ടെങ്കിൽ എന്താണ്? എനിക്കൊന്നുമില്ല. നമ്മളെ ഒരാൾ നമ്മളെ കൊന്നില്ലെങ്കിൽ നമ്മൾ മരിക്കൂലേ? ഒരാൾ കൊന്നില്ലെങ്കിൽ മരിക്കൂലേ? ഞാൻ എപ്പോഴും പറയുന്നവരുണ്ട്, കോഴിക്കോട് ടൗൺ ഹാളിന്റെ ചുവരിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 100 കണക്കിന് കഴിഞ്ഞുപോയ മഹാരഥന്മാരായ പ്രതിഭകളുടെയൊക്കെ ചിത്രമുണ്ട്. അതിനകത്ത് എല്ലാവരും കൊല്ലപ്പെട്ടവരല്ല, സ്വാഭാവികമായിട്ട് മരണപ്പെട്ടവരില്ലേ? തീർച്ചയായിട്ടും. അപ്പൊ കൊന്നില്ലെങ്കിലും ആള് മരിക്കും. അപ്പൊ നമുക്ക് ഒറ്റ കാര്യമുള്ളൂ, റബ്ബ് നമ്മുടെ ഹൃദയത്തിൽ കത്തിച്ചു വെച്ച ഒരു ഈമാന്റെ തിരുനാളുണ്ട്, ഒരു വിളക്ക്. അത് തവിയാതെ അണയാതെ മരണത്തിന്റെ കയ്യിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഈ ജീവിതം അല്ലാഹു തആല വെറുതെ ഒന്നല്ല. വിശുദ്ധമായ ഖുർആനിൽ ഒരു വചനമുണ്ട്, നാം നിങ്ങൾക്ക് ഇരു കണ്ണുകൾ നൽകില്ലയോ? നമുക്ക് മാത്രമല്ല കണ്ണ് നൽകിയത്, മാൻപേടക്ക് കൊടുത്തിട്ടുണ്ട്, കാക്ക കൊടുത്തിട്ടുണ്ട്, കോഴി കൊടുത്തിട്ടുണ്ട്. പക്ഷേ മനുഷ്യരുടെ കണ്ണിനെ കുറിച്ച് അല്ലാഹു തആല അങ്ങനെ പറയാനുള്ള കാരണം എന്താ അറിയോ? മനുഷ്യന്റെ കണ്ണ് സ്വാഭാവിക കാഴ്ചയല്ല. മനുഷ്യേതര ജീവികളുടെ കണ്ണെന്ന് പറഞ്ഞാൽ വേട്ടയാടാനും ശത്രുക്കളിൽ നിന്ന് ഓടി രക്ഷപ്പെടാനുള്ള കണ്ണാണ്. ഇത് മനുഷ്യേതര ജീവികളാണ്. മനുഷ്യന്റെ കണ്ണതല്ല, ഗ്രാഹ്യത്തിനുള്ള കണ്ണാണ്. തീർച്ചയായിട്ടും അല്ലേ? മനുഷ്യന്റെ കണ്ണ് ഗ്രഹിക്കാനുള്ള കണ്ണാണ്, ചിന്തിക്കാനും. ഈ കാഴ്ച വഴി നമുക്ക് ഗ്രഹിക്കാനും ചിന്തിക്കാനും അല്ലാഹു തആല തന്ന 2 കണ്ണാണ്. മറ്റു മൃഗങ്ങളെ പോലെ നമുക്ക് വേട്ടയാടാനും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള കണ്ണല്ല. ഇതിലൂടെ, ഈ വ്യൂവിലൂടെ നമ്മൾ കണ്ടിട്ട് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള, ഗ്രാഹ്യത്തിനുള്ള കണ്ണാണ് അല്ലാഹു തആല നമുക്ക് തന്നത്. മനസ്സിലായേ? മറ്റ് സൃഷ്ടികളിൽ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ വിവേക ശക്തിയാണ്. കാര്യങ്ങൾ തീരുമാനിക്കാൻ ഉള്ള വിവേക ശക്തി. ഒരു റബ്ബുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ, ഒരു സൃഷ്ടാവ്, ഒരു ദൈവമുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ അടുത്ത നമ്മുടെ അന്വേഷണം ആരാണ് ഈ ദൈവം?
ദൈവത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഒരു ദൈവം ദൈവമാകണമെങ്കിലുള്ള പ്രത്യേകത സവിശേഷത എന്താണ് എന്ന് നമ്മൾ തിരഞ്ഞു പോകുമ്പം കറക്റ്റ് നമ്മൾ എത്തിച്ചേരുന്ന ഇസ്ലാമിന്റെ ശാദ്വല തീരത്താണ്. വിമർശനങ്ങളൊക്കെ ഉണ്ടാവും, ആക്ഷേപങ്ങൾ പലതുണ്ടാവും. ആക്ഷേപങ്ങൾ ഉണ്ടായിട്ട് എന്ത് ചെയ്തു, ലോകത്ത് എത്രയോ പ്രത്യയശാസ്ത്രങ്ങൾ കടന്നു വന്നിട്ട് ആ പ്രത്യയശാസ്ത്രങ്ങൾക്കെല്ലാം ഇസ്ലാമിനെ അതിജയിച്ചതുപോലെ അതിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എത്ര കാലം മുമ്പ് തന്നെ നമ്മുടെ ഇപ്പം സനാതനധർമ്മം, നമ്മൾ ഹിന്ദു മതത്തെ കുറിച്ച് പറയും, നമ്മൾ ഒരിക്കലും അതിനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്ത് പറയല്ല. ഹിന്ദു മതത്തിന്റെ അടിസ്ഥാനം അടിത്തറ എന്നുള്ളത് ഏത് വിശ്വാസമാണ്. ഹിന്ദു മതത്തിന്റെ അടിസ്ഥാനം എന്നുള്ളത് ഏത് വിശ്വാസമാണ്. കാരണം എന്തുകൊണ്ടാ, ഈ ഹിന്ദു മതത്തിൽ ഏറ്റവും പാരമ്പര്യ ധാരയാണ് ആര്യസമാജം. ആര്യസമാജക്കാർ വിഗ്രഹങ്ങൾ ആരാധിക്കാറില്ല. നമ്മുടെ ഗാന്ധിജിയുടെ അമ്മ പുത്ലിബായി പ്രാണ എന്ന മതത്തിന്റെ അനുയായിയായിരുന്നു. അത് ഗുജറാത്തിൽ ആവിർഭവിച്ച മതമാണ്. അവിടെ അവർ വിഗ്രഹങ്ങളെ ആരാധിക്കാറില്ല. അപ്പം ഇന്ത്യയിൽ തന്നെ ഏകദൈവ വിശ്വാസമുണ്ട്. അൽബിറൂനിയുടെ 12ാം നൂറ്റാണ്ടിൽ ഇന്ത്യയുടെ ഭൂതകാല ചരിത്രം നമ്മൾ പഠിക്കണമെങ്കിൽ അൽബിറൂനിയുടെ താരീഖ ഹിന്ദ് നമ്മൾ റെഫർ ചെയ്യണം. അതിൽ പോലും 12ാം നൂറ്റാണ്ടിൽ പറയുന്നത് ദൈവം ഏകനാണ്, ദൈവത്തിന് വേറെ പങ്കുകാരില്ല, അവനാണ് ജീവിപ്പിക്കുന്നവൻ മരിപ്പിക്കുന്നവൻ, അവൻ ഏകനായ ബ്രഹ്മൻ, ഏക ബ്രഹ്മമാണെന്ന് അവർ പറയുന്നത്. അഹദ് എന്ന് പറഞ്ഞതിന്റെ സാരാംശമാണിത്. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു വിശ്വാസം, ഒരു ആദർശത്തിൽ ഉറച്ചു നിന്നാൽ നമ്മൾ ആരെന്ത് ചെയ്താലും അവർക്ക് നമ്മുടെ ഉടല് അറിയാൻ കഴിയും, അവർക്ക് നമ്മുടെ കരങ്ങളെ ഛേദിക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ ഉറച്ചിട്ടുള്ള ഈമാന്റെ വെളിച്ചം, നിങ്ങളുടെ കണ്ണ് നിറയുന്നുണ്ട്, ഈമാന്റെ വെളിച്ചത്തിന്റെ ഒരംശം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കളയാൻ കഴിയില്ല. അത് ഈ കഴുത്തിൽ ഇങ്ങനെ കുത്തിപ്പിടിച്ചാലും, ഈ പള്ളയിലേക്ക് കുത്തിയാലും, കഴുത്തിൽ മുഴുവനും കയറിട്ട് മേപ്പോട്ട് പൊക്കി ശ്വാസം ചിലവാകുന്നുണ്ടല്ലോ, തൂക്കിക്കൊന്നാലും. അങ്ങനെ തൂക്കിക്കൊല്ലുമ്പോൾ മരണം ഇത് ഉപേക്ഷിക്കാനാണെങ്കിൽ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഭൂതകാല ചരിത്രത്തിൽ എത്ര പേര് ഇതൊക്കെ ഉപേക്ഷിക്കണം. സത്യത്തിൽ എൻ്റെ ഒരു നിരാശ ഒന്നേ ഉള്ളൂ, നിങ്ങളുടെ കണ്ണ് നിറഞ്ഞതുപോലെ എൻ്റെ കണ്ണ് നിറയുന്നില്ലല്ലോ എന്നുള്ളതാണ്. കാരണം നമ്മളൊന്നും യഥാർത്ഥ മുസ്ലിമായിട്ടില്ല. നിങ്ങൾ ഒരുപാട് ത്യാഗം സഹിച്ച്, നിങ്ങളുടെ കയ്യിൽ ഇത്ര ഓമെന്നിലിരിക്കുന്ന ഇതെല്ലാം നിങ്ങൾ സഹിച്ച്, നിങ്ങൾ അതിലൂടെ കഷ്ടപ്പെട്ട് ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ച് ഒരുപാട് വേദനകൾ സഹിച്ചിട്ടാണ് ഇതിലേക്ക് വന്നത്. ഏതായാലും ഒറ്റ ആഗ്രഹമുള്ള എൻ്റെ ഈ നിമിഷം, എൻ്റെ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ ആമീൻ പറയണം. അല്ലാഹു തആല നിങ്ങൾക്ക് നൽകിയ ഈമാന്റെ മാധുര്യം ഞങ്ങൾക്ക് കൂടി തരട്ടെ. റബ്ബേ തരണേ അല്ലാഹ്, നിങ്ങൾക്ക് തരണേ അല്ലാഹ് എന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അതിന് നിങ്ങളെ ആമീൻ പറഞ്ഞാൽ മതി. അൽഹംദുലില്ലാഹ്, നിങ്ങളുടെ പ്രാർത്ഥനക്കായിരിക്കും ഉത്തരം. ഞാൻ നിങ്ങളെക്കാൾ മുമ്പ് ഇസ്ലാമിന്റെ ഭാഗമായ ആളാണ്, പക്ഷേ നിങ്ങളോളം നമ്മളൊന്നും ആയിട്ടില്ല എന്നുള്ളതാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഉസാന്റെ കുടുംബത്തിനും ഉസാന്റെ ഉപ്പാക്കും ഉമ്മാക്കും സഹോദരങ്ങൾക്കും മക്കൾക്കും ആയുസ്സും ആരോഗ്യവും തന്ന് അനുഗ്രഹിക്കട്ടെ. എല്ലാ നന്മകളും തരട്ടെ. നിൽക്കുന്ന മനുഷ്യനും തരട്ടെ. എല്ലാവരും